ബഹുമാനപ്പെട്ട എം മുകുന്ദൻ സാർ പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗം പറയാനായി ശ്രമിക്കുകയാണ്. രണ്ടുപേരുടെ ജീവിതത്തിലും നിർണായക ദിവസമായിരുന്നു അന്ന്. അയാൾ രാത്രി വണ്ടിക്ക് മദിരാശിയിലേക്ക് പോവുകയാണ്. അഭിനയമോഹം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അതിനായി പരിശ്രമിക്കാനാണ് അവിടേക്ക് പോകുന്നത്. അവൾക്കും ആ ദിനം കടുപ്പമേറിയതാകുമെന്ന് ഉറപ്പാണ്. KT ഗോപാലൻ മെമ്മോറിയൽ ട്യൂട്ടോറിയൽ കോളേജ് അടച്ചുപൂട്ടുകയാണ്. അവസാന ദിവസമാണ് അന്ന്. ടീച്ചർ ജോലി നഷ്ടപ്പെടുകയാണ്. ട്യൂട്ടോറിയൽ കോളേജിലെ ഒരുമിച്ചുള്ള പഠനമായിരുന്നു രണ്ടുപേരെയും മനസ്സുകൊണ്ട് ഒന്നാക്കിയത്. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു. ഒന്നാകുമെന്ന് ഉറച്ചു. അവൾ നന്നായി പഠിച്ചു. അവിടെ തന്നെ ജോലിയും ഒപ്പിച്ചു. അയാളാകട്ടെ സിനിമാമോഹം തലയ്ക്ക് പിടിച്ച് പഠനത്തിൽ ഉഴപ്പി. കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞു. എങ്കിലും അവർ കണ്ടുകൊണ്ടിരുന്നു. സമയമാകുന്നു, അവൾ പറഞ്ഞു. അയാൾ മിണ്ടിയില്ല. പോകാം, അവൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സിനിമയിൽ അഭിനയിക്കുന്ന പണം കൊണ്ട് ഞാൻ തിരികെ വരും. അയാളിൽ ഗൂഢമായ ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ അവർ പിരിഞ്ഞു. വർഷങ്ങൾക്കിപ്പുറം ഒരു സിനിമാ നടനായി, താരചക്രവർത്തിയായി അയാൾ തിരിച്ചു വന്നു. ചെങ്ങളം ഗ്രാമത്തിൽ ട്യൂട്ടോറിയൽ നിന്നിരുന്ന സ്ഥലത്തിനടുത്ത് അയാൾ ഏക്കറുകളോളം സ്ഥലം വാങ്ങിക്കൂട്ടി. എഞ്ചിനീയറിംഗ് കോളേജ് പണിതുയർത്തി. ഉദ്ഘാടനത്തിന് താരചക്രവർത്തിയായി ആ മനുഷ്യനെത്തുന്നത് ഗ്രാമവാസികൾക്ക് ആഘോഷമായിരുന്നു. വിണ്ണിൽ നിന്നുള്ള നക്ഷത്രത്തെ അവർക്ക് കാണാനാവുമല്ലോ. ആഘോഷപൂർവമായ ചടങ്ങ് നടക്കുന്നതിന് ഇടയിലാണ് സദസ്സിൽ അവളെ അയാൾ കണ്ടത്. മുടി നരച്ചിരിക്കുന്നു. അവളും അയാളെ തന്നെ നോക്കുകയായിരുന്നു. കൂടെ മകനുണ്ട്. മകന് പഠിക്കാൻ അഡ്മിഷൻ എടുക്കുന്നുണ്ടാകാം. അയാൾ കണക്കുകൂട്ടി. നീ ഇന്നലെ ഉറങ്ങിയോ? പഴയ മനുഷ്യനായി അവളോട് ശബ്ദമില്ലാതെ അയാൾ ചോദിക്കുകയാണ്. മകനെ ചേർക്കാനുള്ള തത്രപ്പാടിൽ എനിക്കെങ്ങനെ ഉറങ്ങാനാകും? ശബ്ദമില്ലാതെ അവൾ ഉത്തരമേകുകയാണ്. അവരുടെ കണ്ണുകൾക്ക് പരസ്പരം ആ ഭാഷ അറിയാമായിരുന്നു. പെട്ടെന്നൊരു കാറ്റ് അവിടേക്ക് കടന്നു വന്നു. അവളുടെ മുടിയിഴകൾ പാറിപ്പറന്നു. താങ്ക് യു.